വെറും ചാക്കിൽ കരിയില മാത്രം നിറച്ചിട്ട് ഞാൻ നട്ടിട്ടുള്ള കപ്പയായിരുന്നു. അതിൻ്റെ വിളവെടുപ്പാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് ചാക്കിൽ കപ്പ നട്ടതെന്നുള്ളതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 9 മാസം മുന്നേ ഞാൻ ചെയ്ത വീഡിയോ ആണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നത്. അപ്പോൾ ഇത്രയും കപ്പ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നട്ടുപിടിപ്പിച്ചത്, എങ്ങനെയാണ് ഈ കപ്പ എനിക്ക് കിട്ടിയത്, അതിനെന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇത് ആ ചാക്കിന് 2 സൈഡിൽ ഓട്ട ഇട്ട് കൊടുക്കുന്നത് ചാക്ക് മറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കെട്ടിയിട്ട് മറിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഐഡിയ കണ്ടത് റുക്കിയാസ് വേൾഡ് എന്ന് പറഞ്ഞൊരു ചാനലിലാണ്. അവർ കൃഷിയൊക്കെ ചെയ്യുന്ന, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ചാനൽ. അപ്പം ഞാനിടയ്ക്ക് ആ ചാനലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കണ്ട ഒരു സൂത്രമാണിത്. ചാക്ക് ഇങ്ങനെ മറിക്കാണ്ടേയും കപ്പ നടാം, എന്ത് വേണമെങ്കിലും നടാം. പക്ഷെ കാണാനൊരു ഭംഗിക്ക് വേണ്ടി നമ്മളിതുപോലെ ചാക്ക് മറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മറിച്ചെടുക്കുമ്പോൾ കാണാനും ഭംഗിയുണ്ടാവും, ഒരു ഗ്രോ ബാഗിൻ്റെ ഒക്കെ ഒരു ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ ചെയ്യണത്. അപ്പോൾ അത് ഞാൻ ഉമ്മാക്ക് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ മറിക്കണ രീതിയൊന്നും ഉമ്മാക്കറിയില്ല. ഉമ്മ സാധാരണ ഇങ്ങനെ ചാക്കിൽ തന്നെ ഒക്കെ നടാറ് കേട്ടോ. ഞങ്ങളുടെ ഉമ്മ നല്ലൊരു കർഷകയാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ചെറുപ്പം മുതലേ നല്ല കർഷകയാണ്. അപ്പോൾ അത് ഇവിടെ നാട്ടിലൊക്കെ ഉമ്മയുടെ വീട്, ഉമ്മാനെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ വീട് ആലൂർ, നമ്മുടെ പാലക്കാട് ജില്ലയാണ്. ഇപ്പോൾ അവിടെ ഇട്ട്, അപ്പോൾ അവിടെ നിറച്ചും സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയുടെ അമ്മായിമ്മയുടെ കൂടെ കൃഷിയൊക്കെ ചെയ്തിട്ട് ഉമ്മാക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ ഇവിടെയും ഉമ്മ ഓരോന്നൊക്കെ പിടിപ്പിക്കുന്നതൊക്കെ ഉമ്മ തന്നെ ഉണ്ട്. അപ്പോൾ ആ ചാക്കിലും പിന്നെ ചകിരി ഇട്ട് മണ്ണിട്ടു. പിന്നെ ഇതാ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, കുറേ വേസ്റ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ നാടൻ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അതിൻ്റെയൊക്കെ ഓരോരോ വേസ്റ്റുകളാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ നമുക്ക് ഇതുപോലെ ഉപയോഗപ്പെടുത്താം. അപ്പം നല്ല അടിപൊളി വളമാക്കി കിട്ടും. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മണ്ണിട്ട്, അപ്പോൾ ഉമ്മ കുറേ മണ്ണിങ്ങനെ ഇടുകയാണ്. അപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞു, എന്തിനത്ര അധികം മണ്ണുണ്ട്, നമ്മുടെ കരിയില അവിടെ ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഉമ്മ ആടി ഞാൻ മറന്നു പോയടി. എന്നിട്ട് ഉമ്മ നിന്നഞ്ഞ് നമുക്ക് ബാക്കി കരിയില ഇടാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കരിയിലയുടെ ചാക്ക് എടുത്തോടുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ കരിയിലയുടെ സംഭവം. നമ്മൾ ടെറസൊക്കെ വൃത്തിയാക്കിയപ്പോൾ കുറേ കരിയിലയും ഇലകളൊക്കെ നമ്മൾ ചാക്കിലാക്കി കെട്ടി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ കരിയില ഉണ്ട്. അപ്പോൾ ഒരുവിധമൊക്കെ അത് ദ്രവിച്ച് തുടങ്ങിയേക്കണ്. അപ്പോൾ നമ്മൾ അധികം സമയമായിട്ടില്ല, 1 മാസം കൂടി ആയിട്ടില്ല കേട്ടോ അത് കെട്ടി വെച്ചിട്ട്. അപ്പോൾ അത് നമ്മൾ ഇതിൽ നിറക്കാൻ പോവുകയാണ്. ഇപ്പോൾ അതൊരു വിധത്തിലൊക്കെ ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. എനിക്കിവിടെ കപ്പ മണ്ണിൽ നടാനുള്ള സ്ഥലമൊന്നുമില്ല കേട്ടോ, ഫുള്ള് കട്ടിട്ട് വെച്ചിരിക്കണല്ലേ. അപ്പോൾ അവിടെ മണ്ണിൽ നടാനുള്ള സ്ഥലം ഇല്ല. പിന്നെ അതുമാത്രമല്ല, നമ്മൾ മണ്ണിൽ നടുകയാണെങ്കിൽ എലി പെരിച്ചായി പോലുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ട് അത് വല്ല കടയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറിച്ചുകൊണ്ടോ കേട്ടോ. കപ്പ മാത്രമല്ല, ചേമ്പ് തന്നെ ഇതുപോലെ നല്ല കട ഉണ്ടായിട്ട് എലി അതൊക്കെ കടിച്ചു കൊണ്ടുപോയി. അപ്പോൾ അത് കാരണം അതൊന്നും ഇപ്പം മണ്ണിൽ നടാറില്ല. അതുപോലെ വല്ല ചാക്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടാണ് നടുന്നിട്ടാ. ഈ കരിയില നല്ല ഇങ്ങനെ കമ്പോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാലത്ത് ഒരുവിധം ഒക്കെ പൊടിഞ്ഞു വന്നു തുടങ്ങി. പിന്നെ അധികം സമയമായിട്ടില്ലല്ലോ, 1 മാസമൊന്നും ആയിട്ടില്ല ഇതിപ്പോൾ കരിയിലയുടെ ചാക്കിൽ കെട്ടി വെച്ചിട്ട്. എന്നാലും അതൊക്കെ ഒരുവിധം ആയി തുടങ്ങിയിട്ടാണ്. 6 മാസം ഇരുന്നാൽ തന്നെ കരിയില നല്ല അടിപൊളിയായിട്ട് കമ്പോസ്റ്റായിട്ട് കിട്ടുകയും. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ചും കൂടിയും മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കപ്പ നടുമ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് വെണ്ണൂറ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് വന്ന് നാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്. ഇതൊക്കെ നടുമ്പോൾ പച്ചക്കറിയൊക്കെ നടുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില പച്ചക്കറികൾക്കാണ് വെണ്ണൂറ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കപ്പക്ക് നല്ല ബെസ്റ്റാണ് കേട്ടോ ഇത് വെണ്ണൂറ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെണ്ണൂറ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ചും കൂടിലും മണ്ണൊക്കെ ഇട്ടിട്ട് ഇനി നമുക്ക് കപ്പ നടാം. കപ്പ കൊമ്പാണ് കേട്ടോ. ആദ്യം കാണിച്ച കപ്പ ഒന്നല്ലേ നടാൻ പോണത്, അത് നാട്ടിലുണ്ടായതാണ്. അപ്പോൾ അതിൻ്റെ കമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പാണ് നടാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ ഇവിടെ 1-2 കമ്പൊന്നുമല്ല, കുറേ കമ്പ് ഉണ്ടായിരുന്നു കേട്ടോ കപ്പ. അപ്പം എൻ്റെ ഉമ്മ എന്ത് വിചാരിച്ച്, ഇന്ന മോള് ഇതൊക്കെ നട്ടിട്ട് നല്ല കർഷകയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഇതൊന്നും നടാനുള്ള അതെല്ലാം നടാനുള്ള സ്ഥലമൊന്നും നമുക്കില്ല. അപ്പം അതിന് കുറച്ച് കമ്പ് നടാമെന്ന് പറഞ്ഞിട്ട് നമ്മളിതുപോലെ ചാക്കൊരു 4 എണ്ണം എന്തുകൊണ്ടാണ് ഗ്രോ ബാഗ് പോലെ ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് നടുകയാണ് കേട്ടോ.
അപ്പോൾ ഇനി പിടിക്കുന്നതൊക്കെ പിടിക്കട്ടെ. ബാക്കി കമ്പൊക്കെ അവിടെ ഉമ്മ മണ്ണിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്, കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും. പിന്നെ എലി കൊണ്ടുപോകാനുള്ളതാണെങ്കിൽ എലി കൊണ്ടുപോവുകയും ചെയ്യും. എലിയല്ല, വലിയ പെരിച്ചായി പോലുള്ളത്. നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ നല്ല അടിപൊളി കാനയാണ്. അപ്പം ഇങ്ങനെ അഴുക്ക് ചാലുണ്ട്, അപ്പോൾ അതിൽ നിന്നൊക്കെ അങ്ങനെ കയറി വരുന്ന എലികൾ. അപ്പോൾ അതിനെ കൊണ്ടുള്ള ശല്യം ഒരു വശത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളിത് ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ ഒരു 4 ചാക്കോളം ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ട് മറിച്ചെടുത്തിട്ട് അതിലെല്ലാ വേസ്റ്റൊക്കെ ഇട്ട്, അപ്പോൾ നമ്മുടെ ഒരുവിധം വേസ്റ്റൊക്കെ ഒതുങ്ങി കപ്പ നട്ടു. അപ്പോൾ അത് ടെറസിൻ്റെ പൊക്കത്തേക്കാട്ട് കയറ്റി വെച്ച്, അവിടെ താഴെ വെച്ച് എന്തായാലും എലി വന്നിട്ട് അത് കടിച്ച് പറിക്കും. അപ്പോൾ നമ്മളിതാ പൊക്കത്ത് കയറ്റി വെച്ചിട്ട് അവിടെ ചേമ്പുണ്ട്. പിന്നെ ചേമ്പ് നടാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചേക്കണേ. അപ്പോൾ അതിൻ്റെ നീര് വലിയാൻ വേണ്ടി ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഈ കപ്പയെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫാദർ, അതായത് എൻ്റെ ഉപ്പ 14ാമത്തെ വയസ്സ് മുതലേ ഒരു കപ്പ അല്ല കൊള്ളിയുടെ ഒരു മുതലാളിയാണ് കേട്ടോ. കുന്നംകുളത്ത് ഒരു ഹോൾസെയിൽ കട ഉണ്ടായിരുന്നു, കൊള്ളിയുടെ. അപ്പോൾ ഉപ്പാടെ 14ാമത്തെ വയസ്സ് മുതൽ ആരംഭിച്ച ഒരു കച്ചവടമായിരുന്നു അത്. അപ്പോൾ ഈ കൊള്ളിയാണ് മെയിനായിട്ടുള്ളത്. അതിലും മറ്റേ മധുരക്കിഴങ്ങും പിന്നെ കൂർക്കൊക്കെ ഇടയ്ക്ക് ഹോൾസെയിലായിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഈ കപ്പ എന്ന് പറയുമ്പോൾ ചെറുപ്പം മുതലേ നമ്മളെല്ലാവരും കളിയാക്കും, കൊള്ളിത്തോല് എന്നൊക്കെ വിളിച്ചിട്ട്. അപ്പോൾ എനിക്കതൊന്നും കളിയാക്കലായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പ എന്ന് പറഞ്ഞാൽ കുന്നംകുളത്ത് അറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരനായിരുന്നേ. അപ്പം എന്താ പറയുക, നല്ല ചെറുപ്പത്തിൽ തുടങ്ങി നല്ല വിജയമൊക്കെ ഉണ്ടായിരുന്നൊരു കച്ചവടമായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ കടമൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഉപ്പ ബിസിനസ്സൊന്നും ചെയ്യണമൊന്നുമില്ല. ഇപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് നല്ലൊരു അഭിമാനമായിരുന്നു. നമ്മുടെ അന്നം തന്നെ ഈ കപ്പായിരുന്നു കേട്ടോ. പക്ഷെ അന്നൊന്നും ഞാനിത് കഴിച്ചിരുന്നില്ല. നമ്മുടെ വീട്ടിൽ സുലഭമായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ നമ്മൾ കഴിക്കില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് കപ്പൊക്കെ തിന്നാൻ തന്നെ പഠിച്ചു തുടങ്ങിയത്. പണ്ട് എനിക്ക് ഈ സാധനം ഇഷ്ടമുണ്ടായിരുന്നില്ല കഴിക്കാൻ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമുക്കതൊക്കെ അതിനോടൊക്കെ ഉള്ളൊരു കൊതി, കഴിക്കാനൊക്കെ ഉള്ളൊരു ആഗ്രഹമൊക്കെ വന്നു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതാ കപ്പ നട്ട് കഴിഞ്ഞിട്ട് അതിൽ കുറ്റിപ്പയറിൻ്റെ വിത്തും കൂടി നട്ടു കൊടുക്കുകയാണേ. അപ്പോൾ കപ്പ ഇനിയിപ്പോൾ അത് ഉണ്ടാകുമ്പോഴത്തേനും ഒരു 6 മാസം എന്തായാലും പിടിക്കും. അപ്പോൾ നമുക്കതിൽ അപ്പോഴത്തേനും നമുക്കതിൽ ആ ഒരു ചാക്കിൽ നമുക്ക് ഈ കുറ്റിപ്പയറും കൂടി മുളപ്പിച്ചെടുത്താൽ നല്ലതല്ലേ. അപ്പോൾ വിത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക്കണോ വേണ്ടോ എന്നൊക്കെ പയർ തീരുമാനിക്കട്ടെ. മുളക്കുകയാണെങ്കിൽ കൊള്ളാം. അപ്പോൾ നമുക്ക് പയറും നമുക്ക് കിട്ടും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കപ്പയും കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത്. അങ്ങനെ നമ്മുടെ ചാക്കൊക്കെ ഒരുവിധം ദ്രവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 9 മാസമായിട്ടാണ് നമ്മൾ കപ്പ നട്ടിട്ട്, ഈ കപ്പയുടെ കമ്പ് നട്ടിട്ട്. അപ്പോൾ നമ്മളിതാ വിളവെടുത്തപ്പോൾ ഏകദേശം ഇത്ര കപ്പോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വിളവെടുപ്പ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലൊക്കെ ഇനിയും നട്ടുപിടിപ്പിക്കണം. ഇനി ഇതിൻ്റെ കപ്പയുടെ കമ്പ് കൊണ്ട് നമുക്ക് ഇനിയും നടാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.